67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ തിരിതെളിഞ്ഞു. നിരവധി കായിക താരങ്ങളും പൊതുജനങ്ങളും കായിക പ്രേമികളും മറ്റും ഈ കായിക മാമാങ്കത്തിന്റെ ഉദ്ഘാടനത്തിന് സാക്ഷിയായി. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ ഇതിഹാസം IM വിജയനും വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയും ചേർന്ന് ദീപശിഖ കൊളുത്തി. ഇതോടുകൂടി കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ കായിക വസന്തമേളയ്ക്ക് തുടക്കമായി. നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും 12 വേദികളിലായിട്ടാണ് ഈ കായികമേള നടക്കുന്നത്. 20,000-ഓളം കായിക താരങ്ങളാണ് ഈ മത്സരവേദികളിൽ മാറ്റുരയ്ക്കുന്നത്. 39 വിഭാഗങ്ങളിലെ മത്സരങ്ങളാണ് കായികമേളയിൽ നടക്കുന്നത്. പല വേദികളിലും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ മത്സരങ്ങളോടുകൂടിയാണ് മേള ആരംഭിച്ചത് എന്നത് കാണികൾക്ക് വളരെ കൗതുകമായി. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന കായികമേള മത്സരത്തിൽ 14 വയസ്സിനു മുകളിൽ പ്രായമുള്ള ഭിന്നശേഷിക്കാരുടെ മിക്സഡ് സ്റ്റാൻഡിംഗ് ബോൾ ത്രോ മത്സരം കാണികളിൽ കൗതുകവും കാരുണ്യവും ഉണർത്തി. ഇന്ന് ഇൻക്ലൂസീവ് വിഭാഗത്തിൽപ്പെട്ട മത്സരങ്ങളുടെ 16 ഇനങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ട്രോഫി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ സമ്മാനം ഉറപ്പാക്കിയിട്ടുണ്ട്. മത്സര വിജയികൾക്ക് മെഡലും അതിനു പുറമെ പങ്കെടുക്കുന്ന എല്ലാവർക്കും മെമൻറ്റോയും തയ്യാറാക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിന്റെ മറ്റൊരു ഭാഗത്ത് 14 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥിനികളുടെ ഇതേ മത്സരം നടന്നു. തങ്ങളുടെ അംഗവൈകല്യത്തെ ഇച്ഛാശക്തിയും പരിശീലനവും കൊണ്ട് മറികടക്കുന്ന ആ ബാലന്മാരുടെയും ബാലികമാരുടെയും പ്രകടനങ്ങൾ കാണികൾക്ക് ഒരു പുതിയ അനുഭവമായി. ഇതേ സമയം സ്റ്റേഡിയത്തിന്റെ ട്രാക്കിൽ കാഴ്ച പരിമിതരായ കുട്ടികളുടെ മാർഗം തെളിയിക്കുന്നതിനായി ഗൈഡ് റണ്ണറും അവരോടൊപ്പം ഓടും എന്നതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത. ഗൈഡിന്റെയും കായിക താരത്തിന്റെയും കൈകൾ ലെതർ ബെൽറ്റ് കൊണ്ട് ബന്ധിച്ചിരിക്കും. കായിക താരത്തിനൊപ്പം ഓടുന്ന ഗൈഡും കായിക താരത്തിനൊപ്പമോ പുറകിലോ മാത്രമേ ഓടാവൂ എന്ന് കർശനമായി നിബന്ധനയുണ്ട് ഇത്തരം മത്സരങ്ങളിൽ. പട്ടാമ്പി GHSലെ മുഹമ്മദ് ഉനൈസ് ഗൈഡ് റണ്ണർ KP അഭിനവിനോടൊപ്പം 1ാം സ്ഥാനത്തെത്തി.
സ്കൂൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ഇൻക്ലൂസീവ് സ്പോർട്സ് എന്ന ഈ ഇനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫുട്ബോൾ, ക്രിക്കറ്റ് കൂടാതെ പാരാ ഒളിമ്പിക് ഇനമായ ബോച്ചോ ഗെയിംസും നമുക്കിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളെ മുന്നോട്ട് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാരിൻ്റെ ഒരു പ്രധാന വിഷൻ കൂടെയാണ് ഈ ഒരു ഗെയിമിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും വളരെയധികം പാർട്ടിസിപ്പേഷനും ഏകദേശം 6ഓളം വെന്യൂവിലായിട്ട് അവരുടെ മത്സരങ്ങൾ നടന്നു വരികയാണ്. മറ്റൊരു വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഖോ മത്സരങ്ങൾ നടന്നു. കബഡി പോലെ ഭാരതത്തിൻ്റെ തനതായ ഈ കായിക മത്സരം ഇന്ന് പ്രസിദ്ധിയാർജിച്ചിരിക്കുന്നു. വാശിയേറിയ മത്സരങ്ങൾ ആ ഭാഗത്ത് നടക്കുമ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ മറ്റൊരു ഭാഗം തായ്ക്കൊണ്ടോ മത്സരങ്ങൾക്ക് വേദിയായി. കരാട്ടെ, ജൂഡോ, കുംഫു തുടങ്ങിയ കായിക കലകളോടൊപ്പം തന്നെ പ്രസിദ്ധമായി വരുന്ന ഒരു കായിക കലയാണ് തായ്ക്കൊണ്ടോ. കാലുകൾ ഉപയോഗിച്ചുള്ള കിക്കുകൾക്കാണ് ഈ കായിക കലയിൽ പ്രാധാന്യം. മറ്റൊരു ഭാഗത്ത് ഭാരതത്തിൻ്റെ തനത് കായിക കലയായ കബഡി മത്സരങ്ങൾ അരങ്ങേറി. ഏറ്റവും ജനപ്രിയമായ ഈ കായിക കല കാണികളെ വല്ലാതെ ആകർഷിച്ചു. ആദരണീയനായ ശ്രീ റഹീം MP ഈ മത്സരത്തിന് സാക്ഷ്യം വഹിക്കാനെത്തി. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ ജൂനിയർ മത്സരങ്ങൾ അരങ്ങേറിയത്.
കേരളത്തിൽ അന്നും ഇന്നും ഹരമായ ഈ കായിക കലയുടെ ഭാവി വാഗ്ദാനങ്ങൾ കളത്തിൽ നിറഞ്ഞാടി. ലോകപ്രശസ്തനായ വോളിബോൾ താരം ജിമ്മി ജോർജിന്റെ ഓർമ്മയെ ജ്വലിപ്പിക്കുന്ന ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ടേബിൾ ടെന്നീസ് ജൂനിയർ സബ് ജൂനിയർ മത്സരങ്ങൾ നടന്നു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങളും നടന്നു. ഭാരതത്തിന്റെ ഭാവി വാഗ്ദാനങ്ങൾ ഇവിടെ മാറ്റുരച്ചു. ഈ മത്സരങ്ങളിൽ തൃശൂരിലെ മിടുക്കന്മാരും മിടുക്കികളും അരങ്ങുവാണു. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. സബ് ജൂനിയർ വിഭാഗത്തിലെ മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. സബ് ജൂനിയർ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും തൃശ്ശൂരിൻ്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു ഇവിടെ നമ്മൾ ഇന്ന് കണ്ടത്. സബ് ജൂനിയർ വിഭാഗത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ സ്വർണ്ണ മെഡലോടുകൂടി തൃശ്ശൂർ ജേതാക്കളായിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒട്ടേറെ സന്തോഷമുണ്ട്. തൃശ്ശൂരിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നതിൽ തൃശ്ശൂരിന് വേണ്ടി പങ്കെടുത്ത ചുണക്കുട്ടികളാണ് ഇവിടെ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിൽക്കുക. സബ് ജൂനിയർ ആൺകുട്ടികൾ വിഭാഗത്തിൽ ഇരിഞ്ഞാലക്കുട ഡോൺ ബോസ്കോയിലെ കുട്ടികളാണ്, ഡോൺ ബോസ്കോ സ്കൂളിലെ കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്ത് വിജയം ഈ സുവർണ തിളക്കത്തിലേക്ക് എത്തിച്ചേർന്നതെങ്കിൽ സബ് ജൂനിയർ പെൺകുട്ടികളിൽ 2 പേര് ഡോൺ ബോസ്കോ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും, 2 പേര് ഡോൺ ബോസ്കോ മണ്ണുത്തിയിൽ നിന്നും, ഒരാൾ ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് സ്കൂൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്നുമാണ് വന്നിരിക്കുക. ഇവർ കഴിഞ്ഞ വർഷങ്ങളിൽ നാഷണൽസ് പങ്കെടുത്ത അല്ലെങ്കിൽ കേരള ടീമിൽ പങ്കെടുത്ത വ്യക്തികൾ കൂടിയാണ് ഇതിലുള്ളത്. അതുമാത്രമല്ല കഴിഞ്ഞ 2 വർഷവും ഗോൾഡ് മെഡൽ തന്നെയായിരുന്നു തൃശ്ശൂരിന് ലഭിച്ചത്. ഈ വർഷവും സ്വർണ്ണ മെഡൽ നേടി ഹാട്രിക് വിജയമാണ് തൃശ്ശൂരിന് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഈ ഒരു അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. ഹരിതചട്ടങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മത്സരങ്ങൾ സംഘാടകർ സംഘടിപ്പിച്ചത്. ടേബിൾ ടെന്നീസിൽ സ്റ്റേറ്റ് ലെവലിലേക്കുള്ള മത്സരാർത്ഥികളെ ഓപ്പൺ സെലക്ഷനിലൂടെ തീരുമാനിക്കുന്ന മത്സരങ്ങളും നടന്നു. ഇവിടെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയമാണ്. ഇവിടെ ഇന്നിപ്പോൾ നടന്ന മത്സരം ടേബിൾ ടെന്നീസാണ്. സബ് ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ ടേബിൾ ടെന്നീസ് മത്സരങ്ങളാണ് ഇവിടെ നടന്നത്. ഈ മത്സരത്തിൽ ഗേൾസിൻ്റെ ഫസ്റ്റ് തൃശ്ശൂർ, കണ്ണൂർ, ആലപ്പി ഇങ്ങനെ 3 ജില്ലകളാണ് കവർ ചെയ്തേക്കുന്നത്. ബോയ്സിൻ്റെ വന്നിട്ട് തൃശ്ശൂർ, ആലപ്പുഴ, കണ്ണൂർ ഇങ്ങനെയാണ് ബോയ്സിൻ്റെ ടീം വിൻ ചെയ്തിരിക്കുന്നത്. കുട്ടികളെല്ലാം നല്ല രീതിയിൽ നല്ല മത്സരങ്ങളായിരുന്നു ഇവിടെ കുട്ടികളെല്ലാം കാഴ്ചവെച്ചത്. നമ്മുടെ ടീം ചാമ്പ്യൻഷിപ്പ് ഇവിടെ എല്ലാം നടന്നു കഴിഞ്ഞു. അപ്പുറത്ത് ബാഡ്മിൻ്റൺ കോമ്പറ്റീഷനാണ് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ജിമ്മി ജോർജ് സ്റ്റേഡിയം ഭിന്നശേഷിക്കാരുടെ ബാഡ്മിൻ്റൺ മത്സരത്തിനും വേദിയായി.
കായിക താരങ്ങൾക്ക് വേണ്ടി വന്നാൽ വൈദ്യസഹായം നൽകുന്നതിനും എല്ലാ ചികിത്സാ വിഭാഗത്തിൻ്റെയും വിദഗ്ധർ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു. ഭിന്നശേഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പങ്കെടുത്ത എല്ലാവർക്കും മൊമന്റോകൾ നൽകുകയുണ്ടായി. പതിവ് പോലെ പഴയിടം നമ്പൂതിരിക്കാണ് 2 ലക്ഷത്തോളം വരുന്ന കായിക താരങ്ങൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിൻ്റെ ചുമതല. അത് കൃത്യമായി തന്നെ പഴയിടവും കൂട്ടരും നിർവഹിച്ചു. ഭക്ഷണം വിളമ്പുന്നതിനും മറ്റും സഹായിക്കാൻ അധ്യാപകരും വോളണ്ടിയർമാരും ജാഗ്രതയോടെ രംഗത്തുണ്ടായിരുന്നു. സംസ്ഥാന സ്കൂൾ കായികമേള 21-ാം തീയതി മുതൽ 28-ാം തീയതി വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. 25,000-ത്തോളം പ്രതിഭകളാണ് ഈ കായികമേളയുമായി ബന്ധപ്പെട്ട് കായിക ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. ആ 25,000 കുട്ടികൾക്കും അവരോടൊപ്പം വരുന്ന അധ്യാപകർക്കും മറ്റുള്ളവർക്കുമായിട്ടാണ് ഇവിടെ പുത്രിക്കണ്ടം മൈതാനത്ത് ഇത്തരത്തിലൊരു ഭക്ഷണ വിതരണ കേന്ദ്രം സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ മറ്റ് 3 സ്ഥലങ്ങളിൽ കൂടി ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് വെള്ളായണി കാർഷിക കോളേജിലാണ്, മറ്റൊന്ന് GV രാജ സ്പോർട്സ് സ്കൂളിലാണ്, മറ്റൊന്ന് പെരപ്പങ്കോട് ഇൻ്റർനാഷണൽ സ്വിമ്മിംഗ് പൂൾ സമീപമാണ്. ഇതിനു പുറമെ 4 സ്ഥലങ്ങളിൽ ഇവിടെ പാചകം ചെയ്ത ഭക്ഷണപദാർത്ഥങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നുമുണ്ട്. ഇതോടൊപ്പം ഇവിടെ ഒരു സമയം 16,000-ത്തോളം പേർ ഭക്ഷണം കഴിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു റോയിൽ 2,500 പേർ ഇരിക്കത്തക്ക നിലയിലുള്ള 10 റോയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു റോ കംപ്ലീറ്റ് പൂർത്തീകരിച്ച് അടുത്ത 1ാമത്തെ റോ തൊട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഏകദേശം ഒരു 15,000-ത്തോളം പേർക്ക് ഉച്ചഭക്ഷണം കൊടുക്കണമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മെനു പറയുമ്പോൾ നോൺ വെജ് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുട്ടികൾക്ക് രാവിലെ പാലും മുട്ടയും പഴവും ഉൾപ്പെടെ നൽകുന്നുണ്ട്. ഉച്ചഭക്ഷണത്തോടൊപ്പം ബീഫും ചിക്കനും അടക്കമുള്ള നോൺ വെജ് ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാത്രിയും നോൺ വെജ് ഐറ്റംസിന് പുറമെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഉൾപ്പെടെയാണ് ഈ വർഷം ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ചിട്ടുള്ള മെനു. ആ മെനു പ്രകാരം വളരെ പോഷക സംബന്ധമുള്ള പ്രോട്ടീനുള്ള ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ഒരു സ്ഥലം ഉൾപ്പെടെ ഒരു ദിവസം ഏകദേശം 25,000-ത്തോളം പേർക്കാണ് ഇതിൻ്റെ ഭാഗമായി ഭക്ഷണം കൊടുക്കുന്നത്. രാവിലെ 6 മണിക്ക് പ്രഭാത ഭക്ഷണം ആരംഭിച്ച് രാത്രി 11 മണി വരെയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്.